السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാറുണ്ട്. ജോലി, പഠനം, അതുപോലെ തന്നെ കുടുംബം, സാമ്പത്തികം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. എന്നാൽ ഒരു വിശ്വാസിയായി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ വേണ്ടിയുള്ള ഇബാദത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആജ്ഞകളെ പാലിക്കുന്നത്, അവൻ നിർബന്ധമാക്കിയതിനെ പ്രാധാന്യം നൽകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരം, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അതിനാൽ തന്നെ അതിനെക്കുറിച്ച് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണോ, അതോ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ മതിയോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കൂ, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കൂ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് റുക്കൂ ചെയ്യുന്നവരോടൊപ്പം. ഇതിൽ നിന്ന് വ്യക്തമാവുന്ന നമസ്കാരം കൂട്ടായ്മയിൽ നിർവഹിക്കേണ്ട ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജമാഅത്തിൽ നമസ്കരിക്കുന്നതിന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം, പുണ്യം കൂടുതലാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത മുന്നറിയിപ്പ് നൽകിയ വിഷയത്തിൽ ഒന്നാണ് ഈ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം. അതായത് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മഖ്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കഥ. അതായത് ഒരു അന്ധനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മഖ്തൂം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ മസ്ജിദിലേക്ക് പോകാൻ എനിക്ക് കൂട്ടായിട്ട് ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല, അപ്പൊ എനിക്ക് വീട്ടിൽ നമസ്കരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം ഉത്തരം പറയുകയാണ്, അതേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ മസ്ജിദിലേക്ക് പോകാം. ഇപ്പൊ ഒരു അന്ധനായിരുന്ന ഒരാളിന് പോലും ഇളവ് ലഭിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വീട്ടിൽ നമസ്കരിക്കാൻ കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ ഒരുപാട് കാലങ്ങളായിട്ട് സ്ഥിരം സാന്നിധ്യമായിരുന്നു സുലൈമാൻ മാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അപ്പൊ ഏകദേശം 80-85 വയസ്സുള്ള പ്രായത്തിലും അദ്ദേഹം പൂച്ചമുക്കിൽ നിന്ന് നടന്ന് ഇവിടെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എത്തി പലപ്പോഴും ഇമാമുമാരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ അദ്ദേഹമായിരുന്നു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം സഹോദരന്മാർ, നമുക്ക് വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഓരോ ജമാഅത്ത് വഖ്തുകൾക്ക് പള്ളിയിൽ എത്താൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജമാഅത്ത് ഉപേക്ഷിച്ചവർ ചിലർ വ്യാജ കാരണം പറഞ്ഞ് മസ്ജിദിലേക്ക് വരാതിരുന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, എന്തിനാണ് ചിലർ മസ്ജിദിലേക്ക് വരാതിരിക്കാൻ ഇടയാക്കുന്നത്? അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വീടുകൾ കത്തിച്ചു കളയാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഒരിക്കലും ജമാഅത്ത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ യുദ്ധഭൂമിയിലായിരുന്നപ്പോൾ പോലും ജമാഅത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും മരിച്ചതിന് ശേഷം അള്ളാഹുവിനെ ശരിയായ മുസ്ലിമായി നേരിടാൻ ആഗ്രഹിക്കുന്നവൻ മസ്ജിദിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയെ സ്ഥിരമായി ജമാഅത്തിൽ നമസ്കരിക്കട്ടെ. അപ്പൊ അള്ളാഹു നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പല നല്ല വഴികൾ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ജമാഅത്ത് നമസ്കാരം അതിലൊന്നാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കാരം കഴിക്കുന്ന പതിവ് ആരംഭിച്ചാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ സുന്നത്ത് ഉപേക്ഷിക്കുന്ന നിമിത്തം തീർച്ചയായും നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു വ്യക്തി വുളു ചെയ്ത് മനസ്സുറച്ച് മസ്ജിദിലേക്ക് നടന്നു വന്നാൽ അവന്റെ ഓരോ ചുവടിനും അള്ളാഹു ഒരു നന്മ എഴുതും. അവന്റെ പാപങ്ങൾ മാച്ചു കളയുകയും
അവന്റെ പദവി ഉയർത്തുകയും ചെയ്യും. ഇപ്പം അന്നത്തെ സഹാബത്തിന്റെ കാലത്ത് ജമാഅത്ത് ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായിരുന്നു. ഒരാൾ ജമാഅത്ത് വിട്ടാൽ അവൻ അശക്തനാണെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ സഹാബത്തുമാരുടെ ഇടയിൽ. അപ്പം കുറെ സഹോദരന്മാർ ചേർന്ന് വയ്യാത്ത ഒരാളെ മസ്ജിദിലേക്ക് കൊണ്ടുവരികയും അവനെ നിരയിൽ നിർത്തുകയും ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, മസ്ജിദിൽ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. പുരുഷന്മാർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കാരം ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്, ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വം അത്ര വലുതായതിനാൽ പുരുഷന്മാർക്ക് അത് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. മസ്ജിദിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ തിരുസന്ദേശമാണെന്ന് അദ്ദേഹവും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, മസ്ജിദിൽ ജമാഅത്ത് ഉപേക്ഷിക്കുന്നവർക്ക് ഹൃദയത്തിൽ നിന്ന് ഈമാൻ കുറയുന്നു. അതിനാൽ പുരുഷന്മാർക്ക് വീട്ടിൽ നമസ്കാരം പാടില്ല. ജമാഅത്തിന് പങ്കെടുക്കണം പുരുഷന്മാർ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത്ത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിലായിരുന്നപ്പോഴും ജമാഅത്ത് നിർബന്ധമാക്കിയിരുന്നു. അത് സമാധാന കാലത്തോ മറ്റ് കാരണങ്ങളാലോ ജമാഅത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ നാം ഇന്ന് ഒരു വലിയ ദുർഭാഗ്യാവസ്ഥയിലാണ്. കാരണം ഇത് റമദാൻ മാസമായിട്ട് പോലും സുബഹി നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും മസ്ജിദുകൾ ശൂന്യമാണ്. ആകെ ഉള്ളത് മഗ്‌രിബ് നമസ്കാരത്തിന് മാത്രമാണ്. ഇപ്പം ഇത് ആർക്കാണ് ഇത് നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ എന്തിനാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ മദീനയിൽ നിന്ന് ഏകദേശം ബദർ വരെ നമുക്കറിയാം, ബദറിന്റെ രണാങ്കണം നമ്മൾ ഇന്നലെ വിശദീകരിച്ചാണ്. 130 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത്രയും ദൂരം സഞ്ചരിച്ചാണ് ബദർ രണാങ്കണത്തിൽ അന്ന് സഹാബത്ത് എത്തിച്ചേർന്നത്. അപ്പൊ കേവലം 1-2 കിലോമീറ്റർ സഞ്ചരിച്ച് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി സുബഹിക്ക് ഇശായ്ക്ക് ജമാഅത്തിന് എത്താൻ നമുക്ക് എന്താണ് ഇത്ര വൈമനസ്യം? അപ്പൊ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് അപ്പോൾ ചെയ്യാൻ തയ്യാറാവുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഒരു വ്യക്തി ജമാഅത്തായി ഇശാ നമസ്കരിക്കുകയാണെങ്കിൽ അവന് രാത്രിയുടെ പകുതി നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലവും, അവൻ ഫജ്ർ ജമാഅത്തായി കഴിഞ്ഞാൽ മുഴുവൻ രാത്രി നമസ്കരിച്ചതിന്റെ തുല്യമായ പ്രതിഫലവും ലഭിക്കുമെന്ന് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമസ്കാരത്തിൽ ഫജ്ർ നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലും എത്തുന്നത് മുനാഫികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ 2 വഖ്തുകൾ നിങ്ങൾ ജമാഅത്തായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നതിന്റെ തെളിവാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനാൽ ഓരോ മുസ്ലിം പുരുഷനും മസ്ജിദിൽ ജമാഅത്ത് നമസ്കാരത്തിന് അടിയന്തരമായി പ്രാധാന്യം അർപ്പിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സീറത്തുൻ നബവിയിൽ പറഞ്ഞു വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ ജീവിച്ചു വരികയാണ്. അങ്ങനെ അവർ ബഹീറ സംഭവത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 16-17 വയസ്സായ സന്ദർഭത്തിലാണ് അറബിയിലെ ഏറ്റവും വലിയ ഗോത്രങ്ങളായ കിനാനയും ഖൈസും തമ്മിൽ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. അതാണ് ഹർബുൽ ഫുജാർ, അസമയ കൊലപാതക യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്നത് ഹിജാസിന്റെ വാണിജ്യ വ്യാപാരം, അതുപോലെ തന്നെ ഉത്സവങ്ങൾ, തീർത്ഥാടനങ്ങൾ എന്നിവയൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള സമയമായിരുന്നു. പ്രത്യേകിച്ച് ഉക്കാവ, അതുപോലെ തന്നെ മജന, ദുൽമജാസ് എന്നീ ചന്തകളും അവിടെ വ്യാപാരികൾ മാത്രമായിരുന്നില്ല, കവികളും നേതാക്കളും എല്ലാവരും ഒത്തുചേരുമായിരുന്നു. അപ്പൊ ഈ വിപണികളിൽ വെച്ച് തന്നെ ഗോത്രങ്ങൾക്ക് തമ്മിൽ പല പ്രശ്നങ്ങളും തുടങ്ങുമായിരുന്നു. ഒരു ദിനം ഉക്കാവ വിപണിയിൽ വെച്ച് ഖൈസിന്റെ ഗോത്രക്കാരനായ ഒരാളെ കിനാന ഗോത്രക്കാരനായ അൽ ബറദ് അവഹേളിക്കുകയും അവർ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും അങ്ങനെ കൊല ചെയ്യപ്പെടുകയാണ്. അപ്പൊ കൊല ചെയ്യപ്പെടുന്ന ആള് ഉർവ അൽ റഹൽ എന്ന ഖൈസ് ഗോത്രത്തിന്റെ ഒരു ചീഫായിരുന്നു. അപ്പൊ ഇതിന് പ്രതികാരമായി ഖൈസിന്റെ ആളുകൾ കിനാന ഗോത്രക്കാരെ ആക്രമിക്കുകയും അങ്ങനെ 2 ഗോത്രങ്ങളും തമ്മിൽ പക വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഹറം മാസങ്ങളിൽ യുദ്ധം നിർത്തി വെക്കുമെന്നത് അറബികളുടെ ഒരു അനുഷ്ഠാനമായിരുന്നു. പക്ഷെ ഈ ഒരു യുദ്ധം ഹറം മാസങ്ങളിൽ തന്നെ തുടരുന്നതിനാലാണ് ഇതിന് അസമയ കൊലപാതക യുദ്ധം, അതായത് ഹർബുൽ ഫുജാർ എന്ന പേര് ലഭിക്കും. അപ്പൊ ആദ്യഘട്ടത്തിൽ ഇരുവിഭാഗവും ചെറിയ സംഘർഷങ്ങളിലൂടെയാണ് തുടങ്ങുന്നതെങ്കിലും പക്ഷെ അവ പിന്നെ വലിയ പോരാളികൾ പങ്കെടുത്ത യുദ്ധങ്ങളായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കാലങ്ങളോടെ ഈ യുദ്ധം നീണ്ടു നിന്നായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ പങ്കുവഹിച്ചിരുന്നു. അതായത് കിനാന ഗോത്രം എന്നത് ഖുറൈശി ഗോത്രത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോത്ര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 16 വയസ്സായിരുന്നു ഈ പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചാപ്പയായ അബൂ താലിബ്, അതുപോലെ തന്നെ
ഹംസ റളിയല്ലാഹു അൻഹു അവരെയൊക്കെ സഹായിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കുടുംബത്തിന്റെ ഭാഗമെന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിൽ എത്തിയിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് കൊച്ചാപ്പന്മാർക്കും മറ്റും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് വെള്ളം എത്തിക്കൽ, ശുശ്രൂഷ ചെയ്യൽ, അതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരായ പരിക്കേറ്റവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഡ്യൂട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഹർബുൽ ഫുജാർ യുദ്ധത്തിന്റെ നിർണായക ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യത്തെ ഘട്ടം ചെറിയ സംഘർഷങ്ങൾ മാത്രമായിരുന്നു, പരസ്പരം ചെറിയ അക്രമങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് തീവ്രമായ യുദ്ധമേഖല രൂപം കൊള്ളുകയും ഹിജാസിന്റെ വ്യാപാരപരവും കാവലിനുമായി പല ഗോത്രങ്ങളും സൈന്യങ്ങളെ അയക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നിരന്തരമായ യുദ്ധം കാരണം ഇരു ഗോത്രങ്ങളും അവരുടെ സംഖ്യകൾ കുറയുക, അതായത് എണ്ണസംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകൾ ഒരുപാട് നടക്കപ്പെടുകയും അങ്ങനെ അവസാനം മൂല്യപരമായ ഒരു അനൗപചാരിക സമാധാന ഉടമ്പടി ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ 4 ഘട്ടങ്ങളിലായാണ് യുദ്ധം അവസാനിക്കുന്നത്. അപ്പൊ അവസാന ഘട്ടത്തിൽ ഖുറൈശികൾ എതിർ വിഭാഗത്തോട് സമ്മതം പാലിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ യുദ്ധം അവസാനിക്കുകയുമാണ്. അപ്പം ഹർബുൽ ഫുജാർ നിന്നുപോയതോടെ ഇപ്പൊ ഖുറൈശികൾ ഇടപെട്ടാണ് അത് സന്ധിയിൽ ഏർപ്പെടുത്തിയത്. അപ്പൊ ഖുറൈശികൾ തങ്ങൾക്ക് നഷ്ടമായ ബഹുമാനം തിരികെ പിടിക്കാൻ ശ്രമിച്ചത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ്. മറ്റു ഗോത്രങ്ങൾ അവരെ വീണ്ടും ബഹുമാനിക്കാൻ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനുശേഷം ഹിജാസിൽ വലിയ കലാപങ്ങൾ അരങ്ങേറി. ഹിജാസ് എന്ന് ഉദ്ദേശിക്കുന്നത് മക്ക മദീന ആ പുണ്യഭൂമി ഉൾക്കൊള്ളുന്ന ആ ഏരിയയ്ക്ക് പറയുന്നതാണ് ഹിജാസ്. അപ്പൊ അങ്ങനെ ഹർബുൽ ഫുജാർ എന്ന യുദ്ധം അറബികളുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 18-19 വയസ്സുള്ള സന്ദർഭത്തിലാണ് ഹിൽഫുൽ ഫുദൂൽ എന്നൊരു സംഭവം നടക്കുന്നത്. അപ്പൊ മക്കയുടെ സമാധാനം തകർത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്ന സന്ദർഭമായിരുന്നു ഹർബുൽ ഫുജാർ. അതുപോലെ ശക്തരായവർ ദുർബലരെ പീഡിപ്പിക്കുക, പരദേശികളെയും കയറിയിറങ്ങാനാകാത്തവരെയും അടിച്ചമർത്തുക, ഇവ ധാരാളമായി കണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു ഹർബുൽ ഫുജാർ പോലുള്ള യുദ്ധങ്ങളുടെ സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഒരുവൻ ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു ദിവസം യമനിൽ നിന്നുള്ളൊരു വ്യാപാരിയായ സുബൈദ് അസ്സഹുമി ഗോത്രത്തിൽപ്പെട്ട ആസിബിനു വൈൽ എന്ന പേരുകേട്ട ധനികന്റെ വീട്ടിലെത്തുകയും അപ്പൊ അയാൾക്ക് കുറെ ചരക്കുണ്ടായിരുന്നു. ആ ചരക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അപ്പം ഈ സുബൈദ് എന്ന യമനി പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു മാസം ഈ മക്കയിൽ കാണും, അത് കഴിഞ്ഞ് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആ ചരക്കുകളുടെ പണം പോകാൻ അദ്ദേഹം തിരികെ ചോദിക്കാൻ ചെന്നപ്പോൾ ഏത് ചരക്ക് ആ രീതിയിൽ അദ്ദേഹത്തെ കബളിപ്പിക്കപ്പെട്ടു അദ്ദേഹം. അപ്പൊ അങ്ങനെ പതിവ് പോലെ തന്നെ ഖുറൈശി നേതാക്കളോട് അദ്ദേഹം പരാതി പറഞ്ഞെങ്കിലും മക്ക സമുദായം കരുത്തരായവർക്ക് ഒടുവിൽ ഒതുങ്ങുന്ന രീതിയായിരുന്നു. അതായത് മുകളിലുള്ളവൻ താഴെയുള്ളവനെ അടിച്ചിരുന്ന രീതിയായിരുന്നു അന്ന്. അപ്പൊ ആരും ആ പരദേശിക്ക് ന്യായം അനുവദിച്ചില്ല. അപ്പം അയാൾ നിരാശനായി കഅബയുടെ മുന്നിൽ കയറി വന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഹേയ് ഖുറൈശികളെ, നീതിയില്ലാത്തത് നഗരമാണോ മക്ക? ഇവിടെ പരദേശികൾക്ക് ന്യായം ലഭിക്കില്ലേ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം ഖുസൈ ബിൻ കിലാബ് പ്രവാചകന്റെ പരമ്പരയിൽ നമുക്കറിയാം ആ ഹാഷിമിന്റെ പിതാവായി വരുന്നതാണ് ഖുസൈ. അപ്പം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വളരെ മികച്ച രീതിയിൽ ഭരണം നടത്തിയിരുന്നതായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ അവരെ കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നത് കേട്ട് ചിലർ മുന്നോട്ട് വരികയും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീരുമാനിക്കുകയും ചെയ്യും. അപ്പൊ ഈ അവസ്ഥ താങ്ങാനാവാതെ അബ്ദുല്ലാഹിബിൻ ജുദാൻ എന്ന പ്രമുഖ ഖുറൈശി നേതാവിന്റെ വീട്ടിൽ ഖുറൈശികളുടെ ചില ആളുകൾ ചേർന്ന് ഒരു ഗൗരവമായ യോഗം വിളിച്ചു ചേർക്കുകയാണ്. സൊഹർ ബിൻ അമർ, അതുപോലെ തന്നെ ഹാഷിം ഗോത്രത്തിൽപ്പെട്ട അസ്സഹ്മി, അബൂബക്കർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ ഉബൈദ ബിൻ ജറാഹ്, അബ്ദുല്ലാഹിബിൻ ഉമർ തുടങ്ങിയ പ്രമുഖർ അവിടെ ഒന്നിച്ചു ചേരുകയാണ്. അപ്പൊ ഇവർ ചേർന്ന് ഒരു സന്ധി രൂപീകരിക്കുകയാണ്. ഇതിനാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന പേര് ലഭിച്ചത്. അങ്ങനെ സന്ധി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഈ സന്ധി പ്രകാരം പരദേശികളോ ദുർബലരോ ഏതെങ്കിലും നീതികേടിന് ഇരയായവർ അവർക്ക് സഹായം നൽകപ്പെടും. അതുപോലെ തന്നെ മക്കയിലെ ശക്തരായവരുടെ പീഡനം ചെറുക്കും. മൂന്നാമതായി നീതിയില്ലായ്മയോടെ ആരെങ്കിലും അനീതി ഉണ്ടാക്കിയാൽ അതിനെ കൂട്ടായി നേരിടും. ഇതായിരുന്നു ആ സന്ധിയുടെ നിർദ്ദേശങ്ങൾ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനിടെ പറയുകയാണ്, ഇത് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു ചടങ്ങായിരുന്നു. അപ്പം ഈ നീതിയുടെ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിച്ച അദ്ദേഹം സന്തുഷ്ടനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഹിൽഫുൽ ഫുദൂലിന്റെ ഏറ്റവും പ്രഥമമായ പരീക്ഷണം ആ യമനിയിലെ വ്യാപാരിയുടേതായിരുന്നു, സുബൈദ് എന്നറിയപ്പെടുന്നത്. ആസിബിൻ ഉവൈലിനെ നേരിട്ട് അവരുടെ കുടുംബം അസ്സഹ്മി ഗോത്രം ചോദ്യം ചെയ്യുകയും ആ വ്യക്തിയിൽ നിന്ന് വ്യാപാരിയുടെ പണം തിരികെ പിടിച്ചെടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുകയാണ്, ഈ സന്ധിയിൽ പങ്കെടുക്കാൻ തനിക്ക് അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ദീർഘകാലം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നീതിയുള്ള കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഹിൽഫുൽ ഫുദൂൽ എന്ന നീതിയോഗം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വ്യാപാര ജീവിതത്തിലേക്കും സാമ്പത്തിക
സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അതായത് മക്കയിലെ ജീവിതശൈലി അന്നത്തേക്കാൾ വ്യാപാരത്തിന് അനുസൃതമായിരുന്നു. അതായത് മക്ക സ്വദേശികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാറില്ലായിരുന്നു. പകരം വ്യവസായം വളരെ കുറവായിരുന്നു. അവർ വ്യാപാരത്തിലായിരുന്നു മുഴുകിയിരുന്നത്. ഇപ്പൊ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം മറ്റ് നഗരങ്ങളിൽ നിന്നുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഖുറൈശി ഗോത്രം വ്യാപാരത്തിലേക്കാണ് ഏകദേശം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ ആടുകളെ മേയിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ അബൂ താലിബ് വളരെയധികം ദരിദ്രനായിരുന്നു. അപ്പം അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെറുപ്പത്തിൽ തന്നെ കുറച്ചു കാലം ആട് മേയിച്ചിരുന്നതായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ലം യബ്അസ് നബിയ്യൻ ഇല്ലാ റഅൽ ഗനം. അതായത് അള്ളാഹു അയച്ച എല്ലാ പ്രവാചകരും ആടുകളെ മേയിച്ചിരുന്നതായി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് വ്യാപാരത്തെ നേരിട്ടറിയാനുള്ള ഒരു തുടക്കമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ വിലയിരുത്തൽ, കരുതൽ, അച്ചടക്കം എന്നിവയുടെ പഠനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെ മാനസിക സ്ഥിരതയും സഹനശക്തിയും എല്ലാം വളർന്നതും ഈ ഒരു പ്രാക്ടീസിലൂടെയായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വിശ്വസ്തനായ ഒരു യുവാവായി അറിയപ്പെടുകയാണ്. അതായത് സത്യസന്ധത, മനോഹരമായ പെരുമാറ്റം, അതുപോലെ തന്നെ സമൂഹത്തിൽ നീതിയോടെ ജീവിക്കാനുള്ള താല്പര്യം എന്നിവയുടെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ മക്കയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് വെള്ളപ്പൊക്കം മൂലം കഅബ തകരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ കഅബയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. അതായത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വൽ നിഹായ പറയുകയാണ്, ആദ്യമായി കഅബ നിർമ്മിച്ചത് മലക്കുകളായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിൽ അയക്കുന്നതിന് മുമ്പ് കഅബ നിർമ്മിച്ചത് മലക്കുകളായിരുന്നു. അപ്പൊ ഇത് സ്വർഗത്തിലെ ബൈത്തുൽ മഅമൂർ എന്ന ആരാധന കേന്ദ്രത്തിന്റെ പകർപ്പായിരുന്നു. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാം അത് പുനർനിർമ്മിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആദം നബി അലൈഹി ഇസ്ലാം കഅബ പുനർനിർമ്മിച്ചു. അപ്പൊ ഈ ഘട്ടത്തിൽ ഇത് ഭൂമിയിലെ ആദ്യ ആരാധന കേന്ദ്രമായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. അതിനുശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ മഹാപ്രളയം വരികയാണ്. ആ മഹാപ്രളയത്തിൽ കഅബയുടെ ആ പുറം ഭാഗങ്ങൾ മൊത്തം നശിച്ചു പോവുകയാണ്. ഇപ്പൊ അടിസ്ഥാനം മാത്രം, ആ ഫൗണ്ടേഷൻ മാത്രം അവശേഷിച്ചിരുന്നുള്ളൂ. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ചേർന്ന് ആ കഅബ പുനർനിർമ്മിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കഅബ പുനർനിർമ്മിച്ചു. ഹജറുൽ അസ്വദ് അവിടെ ആ ഒരു ഭാഗത്ത് വെച്ചു. അങ്ങനെ ഹജ്ജ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ മഖാം ഇബ്രാഹിം കഅബയുടെ ഭാഗമായതും ഈ ഒരു സന്ദർഭത്തിലാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉയർത്തുമ്പോൾ ആദ്യം കാൽ വെച്ച കല്ലാണ് മഖാം ഇബ്രാഹിം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ വന്ന് കഅബ പിന്നീട് തകരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 16-17 വയസ്സിലായിരിക്കുമ്പോഴാണ് കഅബയിൽ വെള്ളപ്പൊക്കം വന്ന് പുനർനിർമ്മാണത്തിനിടയിൽ ഇപ്പൊ ഖുറൈശികൾക്കിടയിൽ ഒരു തർക്കമുണ്ടാണ് ഇതിന്റെ പുനർനിർമ്മാണത്തിനിടയിൽ. അതായത് ഹജറുൽ അസ്വദ് എവിടെയും സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഗോത്ര നേതാക്കളുടെ ഇടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിൽ അവർക്കിടെ തർക്കമുണ്ടാകുകയാണ്. അപ്പോൾ അവർ ആലോചിച്ചു, ആരെങ്കിലും പ്രഭാതത്തിൽ ആദ്യം കഅബയിൽ പ്രവേശിച്ചാൽ അയാളുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ആ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുക എന്ന ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി അവിടെ എത്തിയത്. അപ്പൊ എല്ലാവരും ഉല്ലാസത്തോടെ പറയുകയാണ്, ഇതാണ് അൽ-അമീൻ, അദ്ദേഹം തീരുമാനിച്ചാൽ അതിനൊപ്പമാകും ഞങ്ങൾ എല്ലാവരും എന്ന് അവർ പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിമുട്ടില്ലാതെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. ഒരു വലിയ തുണി എടുക്കുകയും ആ തുണിയിലേക്ക് ഹജറുൽ അസ്വദ് വെക്കുകയും ഓരോ ഗോത്ര തലവന്മാരും ആ തുണിയുടെ ഓരോ മൂലകൾ പിടിക്കുകയും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കല്ല് ശരിയായ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 2 പേരുകൾ ലഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അൽ-അമീൻ, വിശ്വാസം അർഹിക്കുന്നത്, അതുപോലെ തന്നെ അസ്വാദിഖ്, സത്യസന്ധൻ. അങ്ങനെയാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വാസ്യതയും കേട്ടറിഞ്ഞ് അതിൽ ആകർഷിക്കപ്പെട്ട ഒരു പ്രമുഖ വ്യാപാരിയും അന്നത്തെ സമുദായത്തിലെ ബുദ്ധിമതിയായ സ്ത്രീയുമായിരുന്നു ഖദീജ ബിൻത് ഖുവൈലിദ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗ്യഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.